സ്വന്തം പ്രൊഫൈലിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളാണ് മോർഫ് ചെയ്ത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. വ്യാജ IP അഡ്രസ്സുകളും ലൂപ്പ് ഹോളുകളും ഉപയോഗിക്കുന്നതിനാൽ പലപ്പോഴും കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. പോലീസ് പലപ്പോഴും കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതിക്കാർ തന്നെ പറയുകയാണ്. VS രഞ്ജിത്തിലേക്കാണ് പോകുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ പോലീസ് ഇടപെടൽ ശക്തമാക്കണം എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഇരകൾ എല്ലാം തന്നെ പറയുന്നത്. പക്ഷേ പോലീസിന് ഇടപെടുന്നതിന് എന്താണ് പരിമിതി? ഇപ്പോൾ സൈബർ പോലീസിൽ, സൈബർ വിങ്ങിൽ വേണ്ടത്ര അംഗബലമില്ല എന്നുള്ളൊരു പരാതി കാലങ്ങളായി കേൾക്കുന്നുണ്ട്. ഇനിയുള്ള അംഗബലമാകട്ടെ, അവർക്കതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ പോലും പലപ്പോഴും അറിയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായി തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അവർക്ക് എല്ലാം എടുത്തു കൊടുത്താലും പിന്നെയും അതിലെ സംശയങ്ങളൊക്കെ വരുന്നു. അപ്പോൾ സൈബർ പോലീസിൽ, സൈബർ രംഗത്ത് പ്രാവീണ്യമുള്ളവർ കുറവാണ്, അല്ലെങ്കിൽ അത് ആ തരത്തിൽ അവരെ എക്യുപ്ഡ് ആക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൽ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന ചോദ്യവുമുണ്ട്. രഞ്ജിത്ത്, സ്മൃതി, പ്രധാനമായും 3 പോയിന്റുകൾ ഇതിൽ പറയാൻ സാധിക്കും. ലോക്കൽ പോലീസിൽ ഒരു പരാതി വന്നാൽ ലോക്കൽ പോലീസും സൈബർ പോലീസും തമ്മിലുള്ള വളരെ ശക്തമായൊരു ഏകോപനം നടന്നിട്ടില്ല എങ്കിൽ ഈ കേസുകൾ ഒന്നും തന്നെ മുന്നോട്ട് പോവില്ല. കാരണം ലോക്കൽ പോലീസിൽ പരാതി വരുന്നു, സൈബർ പോലീസിന്റെ വിദഗ്ധ സംഘത്തിന്റെ സഹായമില്ലാതെ ഈ കേസ് തെളിയിക്കാൻ സാധിക്കില്ല. ഫോറൻസിക് പരിശോധനകൾ ആവശ്യം വരുന്നു. ഈ ഘട്ടത്തിലൊക്കെ ആ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഇത് പരാജയപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. കാരണം സൈബർ പോലീസിന്റെ സഹായം ലഭിക്കണമെങ്കിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ സൈബർ പോലീസിന് അതിനാവശ്യമായ അംഗബലമില്ല. ഫോറൻസിക് പരിശോധനയുടെ കാര്യം വരികയാണെങ്കിൽ പരിശോധനാ ലാബുകളുടെ കുറവുകളുണ്ട്. അപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം അത് ആ ലാബുകളുടെ എണ്ണത്തിലുള്ള കുറവ്, അതുപോലെ തന്നെ ലാബുകളിൽ ടെക്നീഷ്യന്മാരുടെ കുറവ്, ഇതെല്ലാം പ്രശ്നമാണ്. അതോടൊപ്പം സൈബർ കേസുകൾ തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഈ ഒരു പ്രശ്നം കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സൈബർ പോലീസിൽ നേരത്തെ സൂചിപ്പിച്ച അംഗബലത്തിന്റെ കുറവാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സൈബർ നിയമങ്ങളിലെ ലൂപ്പ് ഹോളുകൾ തന്നെയാണ്. ഇപ്പോൾ IT ആക്ടിലെ 66A എടുത്തു കളഞ്ഞു. പക്ഷേ IT ആക്ടിലെ 66 വകുപ്പ് പ്രകാരം തന്നെ, അല്ലെങ്കിൽ 67 വകുപ്പ് പ്രകാരം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിലെ വകുപ്പുകളിൽ തന്നെ അതിലെ ലൂപ്പ് ഹോളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആൾമാറാട്ടം, അതിൻ്റെ ഒരു സൈബർ ഇടങ്ങളിലെ ആൾമാറാട്ടം നടക്കുന്നു, വേറൊരാളുടെ രീതിയിൽ ഈ പ്രചരണം നടക്കുന്നു എന്ന് വന്നാൽ അതിൻ്റെ യഥാർത്ഥ പ്രൊഫൈലുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിൽ ഈ പറയുന്ന പോലെ ഈ കമ്പ്യൂട്ടർ ഏതാണ്, സിസ്റ്റം ഏതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യത ഹനിക്കുന്ന രീതിയിൽ അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ, നഗ്ന ചിത്രങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. വ്യാജ ആരോപണം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പെടുത്തുകയാണ്. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താന്ന് വെച്ചാൽ പോലീസിന് മുന്നിലേക്ക് വന്ന കേസുകൾ തന്നെയാണ്. പക്ഷേ വ്യാപകമായ പരാതികൾ ഉയരുമ്പോൾ വളരെ വേഗത്തിൽ നടപടിയെടുക്കേണ്ട കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് ഇഴഞ്ഞു പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഏതായാലും ഈ അന്വേഷണം ഞങ്ങൾ തുടരും. കൂടുതൽ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.